ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങളിതാ പെഹൽഗാം എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ പോണി റൈഡ് തന്നെയാണ്. നടക്കേണ്ടവർക്ക് നടക്കാം, പിന്നെ അത്ര സുഖമുള്ള വഴികളൊന്നുമല്ല, നമുക്ക് അങ്ങനെ അങ്ങോട്ട് എളുപ്പത്തിൽ നടക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഏറ്റവും ബെറ്റർ പോണി റൈഡ് തന്നെ ആയിരിക്കും. അതിൽ തന്നെ പോകുമ്പോൾ നമുക്ക് പേടിയാവും. അത്ര നല്ല സുഖകരമായിട്ടുള്ള വഴി കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇങ്ങനത്തെ റൈഡ് കാര്യങ്ങൾ അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പേശാൻ അറിയണം. ബാർഗെയിനിങ് ആണ് അവിടുത്തെ മെയിൻ. ഓരോ റേറ്റ് പറയും, അതിൽ നമ്മളിങ്ങനെ ഇങ്ങനെ 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 പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരണം. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവർ നമ്മളെ വൈത്തല കൂടി ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. പിന്നെ ഇതെന്തായാലും പോവേണ്ട ഒരു റൈഡ് തന്നെയാണ് കേട്ടോ. കാരണം പല കാഴ്ചകളും കാണാം. നമ്മൾ ഓൾഡ് പഹൽഗാമും ഗ്രാമങ്ങളും ഒക്കെ കടന്ന് പോയി കാണുന്ന സീനറി തന്നെ അടിപൊളിയാണ്. പിന്നെ ഫോട്ടോഗ്രാഫി, പിന്നെ കാശ്മീരി ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ എല്ലാ പരിപാടികളും ഉണ്ടാവും. അതിൽ എല്ലാത്തിലും ബാർഗെയിൻ ഈസ് ദ മെയിൻ. അത് അനുസരിച്ചിരിക്കും നമ്മളെ ബഡ്ജറ്റ്. ട്രിപ്പിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബാർഗെയിനിങ് അനുസരിച്ച്. പാക്കേജ് ഒഴുകി ഇതൊക്കെ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് പോവാം. പിന്നെ അവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചു. കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ട്, 4 മണി എങ്ങാനും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോമോസ് കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ നേരെ തിരിച്ച് ശ്രീനഗർ പോണ വഴിക്ക് ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ട്. അത് ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.